Hi dear students, we are going to discuss about the next topic or the last topic from the fourth module, that is recursion. Important part question ആണിത്. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് സംതിങ് യൂസിങ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കാം. റിക്കേഴ്സീവ് ഫംഗ്ഷൻ മീൻസ് ഫസ്റ്റ് വി have consider a main function void main, then consider another subfunction void a. Okay, we are calling this subfunction a from main function അതിനകത്ത് a എന്ന് പറഞ്ഞിട്ട് സബ്ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കൺട്രോൾ ഗോസ് ഫ്രം ഹിയർ ടു ഹിയർ, then after completing the execution of the function a, control goes back to here. Okay, ഇനി consider the function a. Inside that function we are again calling a എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് നമ്മൾ വീണ്ടും എനെ കോൾ ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? വീണ്ടും നമ്മൾ എനെ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് വരും. ഇൻസൈഡ് കയറി നമ്മൾ വീണ്ടും എന്താ എനെ കോൾ ചെയ്യുമ്പോൾ വീണ്ടും കൺട്രോൾ എന്ന് പറയുന്നത് എയിലോട്ട് വരും. വീണ്ടും ഫംഗ്ഷനകത്ത് കയറി എനെ കോൾ ചെയ്യുമ്പോൾ കൺട്രോൾ ഇങ്ങോട്ട് വന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് നോൺ ആസ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഇനി ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ടെക്നിക്കിനെ പറയുന്നതാണ് റിക്കേർഷൻ. ഇഫ് യു ഫംഗ്ഷൻ കോൾ ഇറ്റ് സെൽഫ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ, ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റിക്കേർഷൻ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇൻഡെഫിനിറ്റായിട്ട് എന്താ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ അവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് എന്താ ഇതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലോട്ട് പോകും. അതായത് ഒരു സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. സോ വി ഹാവ് ടു സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു എക്സിറ്റ് കണ്ടീഷൻ നമ്മൾ എന്തിനകത്ത് കൊടുക്കണം? ഈ പറഞ്ഞ റിക്കേഴ്സീവ് ഫംഗ്ഷനകത്ത് കൊടുക്കണം. സോ ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എ റിക്കേർഷൻ ആൻഡ് ഇൻസൈഡ് എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ വി മസ്റ്റ് ആഡ് എ എക്സിറ്റ് ക്രൈറ്റീരിയ, അതർവൈസ് ഇറ്റ് ഗോ ടു എ ഇൻഫൈനൈറ്റ് ലൂപ്പ്. Okay, points നോക്കി. A function that calls itself is known as a recursive function and this technique is known as recursion. While using recursion, the programmer must define an exit condition from the function, otherwise it will go into an infinite loop. ഇനി റിക്കേർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമിംഗ് കുറച്ചും കൂടെ എലഗൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഫംഗ്ഷനെ റിക്കേഴ്സീവ് ഫംഗ്ഷനായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചില ഫംഗ്ഷൻസിനെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് എ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കേർഷൻ. നെക്സ്റ്റ് ഒരു പ്രോഗ്രാം കൂടെ 2 എക്സാമ്പിൾസ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ ഫാക്ടോറിയൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ജസ്റ്റ് ഒരു മെയിൻ ഫംഗ്ഷൻ വഴി ചെയ്തിട്ടുണ്ട്, സബ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷനകത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്? മെയിൻ ഫംഗ്ഷനകത്ത് ജസ്റ്റ് നമ്മൾ വോയിഡ് മെയിന്, ദെൻ ഇൻസൈഡ് ദാറ്റ് ഫംഗ്ഷൻ വി ആർ എൻറ്ററിങ് എ നമ്പർ n. ആ എന്നിൻ്റെ ഫാക്ടോറിയലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ഫോർ ലൂപ്പിനകത്ത് ഐയുടെ വാല്യൂ 1 തൊട്ട് y<n ആകുന്ന വരെ എന്താ ഫാക്റ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ കൊണ്ട് നമ്മൾ അസൈൻ ചെയ്തിട്ട് 1 ഫാക്റ്റ് ഈക്വൽ ടു അല്ലെങ്കിൽ f ഈക്വൽ ടു f ഇൻറ്റു i എന്ന് പറഞ്ഞ് കൊടുക്കും ഇല്ലേ? അപ്പോൾ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ f ഈക്വൽ ടു 1 ഇൻറ്റു 1, ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ f ഈക്വൽ ടു 1 ഇൻറ്റു 2, ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ f ഈക്വൽ ടു 2 ഇൻറ്റു 3, അങ്ങനെ കണ്ടുപിടിക്കും ഇല്ലേ? അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഇനി ഇതേ പ്രോസസ്സ് നമ്മൾ റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് ഫംഗ്ഷൻ. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള കോഡ് നമുക്ക് വേറെ ഏതെങ്കിലും ഫാക്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനകത്ത് എഴുതാം. ഇനി നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് നിന്നൊരു നമ്പർ കൊടുക്കുന്നു, ഫോർ എക്സാമ്പിൾ 5 കൊടുക്കും. ഇനി 5ൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫംഗ്ഷനെ, ഫാക്റ്റ് എന്നാണ് ഫംഗ്ഷൻ്റെ പേരെങ്കിൽ ആ ഫാക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഫാക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ n, ഫോർ എക്സാമ്പിൾ 5 ആണെങ്കിൽ ആ 5 പാസ് ചെയ്ത് കൊടുക്കുന്നു. ആ ഫംഗ്ഷനകത്ത് പോയി 5ൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കും. ദെൻ ഔട്ട്പുട്ട്
ഒന്നുകിൽ നമുക്ക് ആ ഫംഗ്ഷനകത്ത് തന്നെ പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷനായിട്ട് റിട്ടേൺ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് റിക്കേഴ്സീവായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ റിക്കേഴ്സീവായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഫാക്ടോറിയൽ ഓഫ് 5 ഈക്വൽ ടു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ഇതിനെ നമുക്ക് 5 ഇൻറ്റു ഇത്രയും പാർട്ട് എന്തായിരിക്കും, 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഫാക്ടോറിയൽ ഓഫ് 4 ആണ് ഇല്ലേ. ദാറ്റ് മീൻസ് ഫാക്ടോറിയൽ ഓഫ് 5 എന്ന് പറയുന്നത് ദാറ്റ് നമ്പർ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4. അഗെയിൻ ഫാക്ടോറിയൽ ഓഫ് 4 മീൻസ് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതിനെ നമുക്ക് 4 ഇൻറ്റു ഇത്രയും പോർഷൻ എന്തായിരിക്കും, ഫാക്ടോറിയൽ ഓഫ് 3. ഫാക്ട് ഓഫ് 3 എന്ന് എഴുതിക്കൂടെ. അതായത് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദാറ്റ് നമ്പർ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് ദ ജസ്റ്റ് ബിലോ നമ്പർ ഇല്ലേ. അതിനെ ജനറലൈസ് ചെയ്ത് എഴുതുമ്പോൾ ഫാക്ടോറിയൽ ഓഫ് n ഈക്വൽ ടു n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം. ആ ഒരു കോഡാണ് നമ്മൾ റിക്കേഴ്സീവായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷനിലൂടെ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഫംഗ്ഷനകത്ത് ദാറ്റ് നമ്പർ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് പ്രീവിയസ് വാല്യൂ എന്ന് പറഞ്ഞ് നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാം. അതായത് ഫാക്ടോറിയൽ ഓഫ് 5 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനകത്ത് പോയി ദാറ്റ് നമ്പർ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 എന്ന് പറഞ്ഞ് കോൾ ചെയ്യും. അതായത് നമ്മൾ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുവാണ്, വാല്യൂ പാസ് ചെയ്യുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഫാക്ടോറിയൽ ഓഫ് 4 എന്ന് പറയുമ്പോഴോ ഫാക്ടോറിയൽ ഓഫ് 4 എന്ന് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അതിനകത്ത് പോയി 4 ഇൻറ്റു നമ്മൾ ആരെ വിളിക്കും, ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറഞ്ഞ്, അതായത് ആ ഫംഗ്ഷനെ തന്നെ വീണ്ടും വിളിക്കും, 3നെ പാസ് ചെയ്യും. മനസ്സിലായോ? ഫാക്ടോറിയൽ ഓഫ് 5 എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷനകത്ത് പോയി 5 ഇൻറ്റു ആരെ കോൾ ചെയ്യും, ആ ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യും, അപ്പോൾ നമ്മൾ 4 എന്ന് പറഞ്ഞ വാല്യൂ പാസ് ചെയ്യും. ഫാക്ടോറിയൽ ഓഫ് 4ൽ പോകുമ്പോൾ വീണ്ടും ആ വാല്യൂ 4 ഇൻറ്റു ആരെ കോൾ ചെയ്യും, ഫാക്റ്റിനെ കോൾ ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യും, 3 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ പാസ് ചെയ്യും. ഇനി നിങ്ങൾ ഈ പ്രോഗ്രാം നോക്കിയേ, നമ്മളെ മെയിൻ ഫംഗ്ഷനകത്ത് നമ്പർ എൻട്രി എന്നിനെയും എഫിനെയും ഡിക്ലെയർ ചെയ്തു. സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ എഫ് ഈക്വൽ ടു 1 എന്നും കൂടെ കൊടുക്കണം. എഫ് ഈക്വൽ ടു 1. ഓക്കെ, പ്രിൻ്റ് മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ എഫ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം. എന്ന് ഡിക്ലെയർ ചെയ്യണം, നമ്പർ എൻ്റർ ചെയ്യണം, 5 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യും. നമുക്കതിൻ്റെ ഫാക്ടോറിയൽ 120 ആണ് കിട്ടേണ്ടത്. നമ്പർ എൻ്റർ ചെയ്യുന്ന നമ്പർ നമ്മൾ എന്നിലോട്ട് സ്റ്റോർ ചെയ്തു. ദെൻ എഫ് ഈക്വൽ ടു ആണ്, ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്. എഫ് ഈക്വൽ ടു ഫാക്ട് ഓഫ് n, അതായത് എഫ് ഈക്വൽ ടു ഫാക്ട് ഓഫ് 5 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അവിടെ ചെയ്തത്, നമ്മൾ ഫാക്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു ബൈ പാസിങ് ദ വാല്യൂ n. നമ്മളിവിടെ എന്നിന് 5 ആണ് കൊടുത്തത്. സോ ഫാക്ടോറിയൽ ഓഫ് 5. അപ്പോൾ നമ്മുടെ കൺട്രോൾ എവിടെ പോകും, അപ്പോൾ നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത് ഇവിടെ വരും, ഇൻറ്റു ഫാക്ട് ഇൻറ്റ് ഓഫ് n. അവിടെ 5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനകത്ത് കൊടുത്തേക്കുന്നത് ഓരോ തവണയും ഈ ഫംഗ്ഷനകത്ത് കയറിയിട്ട് ദാറ്റ് നമ്പർ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1 എന്ന് പറഞ്ഞ് കൊടുക്കും. അതായത് വീണ്ടും ആ ഫംഗ്ഷനെ കോൾ ചെയ്യും. വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഫംഗ്ഷനകത്തോട്ട് തന്നെ പോകും. അതിനകത്ത് കയറി റിട്ടേൺ എന്താ, n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1 ഇതിന് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ വേണം. ആ സ്റ്റോപ്പിംഗ് കണ്ടീഷനാണ് ഇവിടെ എന്നിൻ്റെ വാല്യൂ 0 ആകുമ്പം വീണ്ടും ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമല്ല, റിട്ടേൺ 1 കൊണ്ട് നിർത്തും. അതായത് എന്നിൻ്റെ വാല്യൂ 0 മീൻസ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ 0 എന്താണ്, 1 ആണ്. സോ അവിടെ വെച്ച് നമ്മൾ റിട്ടേൺ 1 എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യത്തില്ല. അപ്പോൾ 0 എത്തുന്നവരെ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് റിക്കേഴ്സീവായിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. 0 എത്തിക്കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞൊരു വാല്യൂ റിട്ടേൺ ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ അതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ഫസ്റ്റ് താഴത്തെ എക്സാമ്പിൾ നോക്കിയേ, ഫാക്ടോറിയൽ ഓഫ് 5. അതായത് ഫസ്റ്റ് നമ്മൾ 5 എന്ന് പറഞ്ഞൊരു നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫാക്ടോറിയൽ ഓഫ് 5 എന്ന് പറഞ്ഞ് പാസ് ചെയ്തു. ഫാക്ടോറിയൽ ഓഫ് 5 എന്ന് പറഞ്ഞ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫംഗ്ഷനകത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ചെക്ക് ചെയ്യും. എന്നിൻ്റെ വാല്യൂ 0 ആണ്, അല്ല എന്നിൻ്റെ വാല്യൂ 5 ആണ്. സോ ആ ഫംഗ്ഷനകത്ത് കയറിയിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്, റിട്ടേൺ, അതായത് ഇവിടെ എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ സ്റ്റെപ്പ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് വർക്ക് ചെയ്യത്തില്ല. നമ്മൾ റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1 വരുന്നത്.
അപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 ആയപ്പോൾ റിട്ടേൺ ചെയ്യുന്ന എന്തായിരിക്കും 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4. ഫാക്ടോറിയൽ ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താ എഗെയിൻ ആ ഫംഗ്ഷനെ റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്തേക്കെ. അപ്പോൾ നമ്മുടെ കൺട്രോൾ വീണ്ടും ആ ഫംഗ്ഷനകത്തോട്ട് വരും. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 4 വന്നു, വീണ്ടും ആ ഫംഗ്ഷനിൽ വന്നു. 4 എന്താ എന്നിൻ്റെ വാല്യൂ 0 അല്ലാത്തത് കൊണ്ട് അവിടെ റിട്ടേൺ ചെയ്യുന്നത് 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 എന്നായിരിക്കും, അതായത് n ഇൻറ്റു n മൈനസ് 1. ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറയുമ്പോൾ എന്താ വീണ്ടും നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തു, ഇവിടെ വന്നു, അതായത് ഫാക്ടോറിയൽ ഓഫ് 3 വന്നു. 3 എന്തായിരിക്കും ചെയ്യുന്നത്, 3യുടെ അവിടെയും എൻ്റെ വാല്യൂ 0 അല്ലാത്തത് കൊണ്ട് റിട്ടേൺ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2. അപ്പോൾ നമ്മൾ വീണ്ടും ഫാക്ടോറിയൽ ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്തു. ഫാക്ടോറിയൽ ഓഫ് 2ൽ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഈ ഫാക്ടോറിയൽ ഓഫ് 5 4 3 എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനിലകത്ത് നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫാക്ടോറിയൽ ഓഫ് 5 എന്ന് പറഞ്ഞാൽ നമ്മളെ ഫംഗ്ഷനെ കോൾ ചെയ്തു, ആ ഫംഗ്ഷനകത്ത് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ സ്റ്റെപ്പ് വർക്ക് ചെയ്യും. അതായത് n 0 അല്ലല്ലോ, റിട്ടേൺ 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ഓഫ് 4. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി മീൻസ് ആ ഫംഗ്ഷനിൽ തന്നെ എത്തി, വാല്യൂ 4 ആണ്. അപ്പോൾ വാല്യൂ 4 ആകുമ്പോൾ റിട്ടേൺ ചെയ്യുന്നത് 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3. എഗെയിൻ ഫംഗ്ഷൻ കോൾ ഫാക്ടോറിയൽ ഓഫ് 3. ദാറ്റ് മീൻസ് എഗെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്തു വിത്ത് വാല്യൂ 3. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 എന്നായിരിക്കും. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തു, അപ്പോൾ എന്തായിരിക്കും ആ ഫംഗ്ഷൻ വീണ്ടും കോളാവും, വാല്യൂ 2 ആയിരിക്കും. റിട്ടേൺ 2 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 1. ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും കോൾ ചെയ്തു, അവിടെ പാസ് ചെയ്യുന്ന വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ എന്താ റിട്ടേൺ 1 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 0. വീണ്ടും നമ്മുടെ ഫംഗ്ഷനെ കോൾ ചെയ്തു, അവിടെ പാസ് ചെയ്ത വാല്യൂ 0 ആണ്. 0 എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, എന്നിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്, 1 എന്ന് പറഞ്ഞ വാല്യൂ അവിടെ റിട്ടേൺ ചെയ്യും. 1 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. 1 എന്ന് പറഞ്ഞ വാല്യൂ എവിടോട്ടായിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്, നമ്മൾ ആ 1നെ എവിടെ നിന്ന്, നമ്മൾ ഈ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫാക്ട് ഓഫ് 0 എന്ന് പറയുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ് 1. ആ 1 റിട്ടേൺ ചെയ്യുന്നത് ഫാക്ട് ഓഫ് 0നെ ആരാണോ കോൾ ചെയ്തത് അവിടെ. ഫാക്ട് ഓഫ് 0നെ നമ്മൾ കോൾ ചെയ്തത് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ 1 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് ഇവിടാണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എങ്ങനെയാവും, റിട്ടേൺ 1 ഇൻറ്റു 1 എന്നാവും. താഴെ കണ്ടോ 1 ഇൻറ്റു 1 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ റിട്ടേൺ 1 ഇൻറ്റു 1 1. അപ്പോൾ ഫാക്റ്റ് 1 എന്ന് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് 1 ആണ്. അത് എവിടോട്ടായിരിക്കും തിരിച്ച് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്, നമ്മുടെ ഫാക്റ്റ് 2ലോട്ടായിരിക്കും കിട്ടുന്നത്. അതായത് ഫാക്റ്റ് 1 എന്ന് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന 1 ഫാക്റ്റ് 2ലെത്തി. ഫാക്റ്റ് 2ലെത്തുമ്പോൾ അവിടെ അകത്ത് എന്തായിരിക്കും പ്രോസസ്സിങ് നടക്കുന്നത്, റിട്ടേൺ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് 1 റിട്ടേൺ ചെയ്ത് കിട്ടി. അപ്പോൾ ഇവിടുത്തെ കേസ് 2 ഇൻറ്റു 1 2 എന്ന് കിട്ടി. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 2ൽ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ 2 ആണ്. അത് എവിടോട്ടായിരിക്കും റിട്ടേൺ ചെയ്യുന്ന ഫാക്ടോറിയൽ ഓഫ് 3ക്കകത്ത്, ഇവിടെ അല്ലേ കോൾ ചെയ്തത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി 2. അപ്പോൾ അവിടുത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് റിട്ടേൺ 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞ് 6 കിട്ടി. ആ 6 എവിടോട്ടായിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്ന ഫാക്ടോറിയൽ ഓഫ് 3നെ ആരാ വിളിച്ചത്, ഇവിടെ. അപ്പോൾ 6 ഇവിടെ കിട്ടി. അപ്പോൾ അവിടുത്തെ വാല്യൂ 4 ഇൻറ്റു 6 24 എന്നായി. ആ 24 എവിടോട്ടായിരിക്കും കിട്ടിയത്, ഫാക്ടോറിയൽ ഓഫ് 4നെ ആരാണോ വിളിച്ചത് അവിടെ. അപ്പോൾ എന്താ 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 എന്ന് പറയുന്നത് 24 ആണ്. 24 ഇവിടെ കിട്ടി 120. അപ്പോൾ ഫൈനൽ ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ ഫൈനലി നമുക്കൊരു 120 കിട്ടി. ആ 120 എന്ന് പറയുന്നത് എവിടെ കിട്ടി, ഇവിടെ വന്ന് ചേരും. അതിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്തു. അങ്ങനെയാണ് പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, റിക്കേഴ്സീവ് ഫംഗ്ഷൻ മീൻസ് ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യും, വീണ്ടും ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് ഫാക്ടോറിയൽ ഓഫ് 5കകത്ത് നമ്മൾ ഫാക്ടോറിയൽ ഓഫ് 4നെ കോൾ ചെയ്യും. ഫാക്ടോറിയൽ ഓഫ് 4നകത്ത് നമ്മൾ ഫാക്ടോറിയൽ ഓഫ് 3നെ കോൾ ചെയ്യും. 3കകത്ത് 2നെ കോൾ ചെയ്യും. 2നകത്ത് ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ പ്രോസസ്സിനകത്തെല്ലാം ആ ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പോയി ലാസ്റ്റ് നമുക്കൊരു വാല്യൂ ഒരിടത്ത് വെച്ച് റിട്ടേൺ ചെയ്ത് കിട്ടും. അപ്പോൾ വാല്യൂ റിട്ടേൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, വാല്യൂ റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഇപ്പം ഫാക്ടോറിയൽ ഓഫ് 0യിലാണ് നമുക്കൊരു വാല്യൂ റിട്ടേൺ ചെയ്ത് കിട്ടിയത്. അതുവരെ ഫാക്ടോറിയൽ ഓഫ് 5 എത്തുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുമല്ല, ഫാക്ടോറിയൽ ഓഫ് 5 കോൾ ചെയ്യുമ്പോൾ 4ലോട്ട് പോകും, 4ൽ നിന്ന് 3ലോട്ട് പോകും, 3ൽ നിന്ന് 2ലോട്ട് പോകും, 2ൽ നിന്ന് 1ലോട്ട് പോകും, 1ൽ നിന്ന് 0ലോട്ട് പോകും. 0യ്ക്കകത്തായിരിക്കും. അതായത് ഫസ്റ്റ് നമ്മളെ ഫംഗ്ഷനെ കോൾ ചെയ്തു, റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്തു, ഇവിടെ എത്തി, ഫാക്ടോറിയൽ ഓഫ് 0യിലെത്തി. അവിടെ വെച്ചാണ് നമുക്കൊരു ഫസ്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത്, 1 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടുന്നത്. ആ 1 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് എവിടെ കിട്ടും,
അയാളെ കോൾ ചെയ്ത് എവിടെയാണോ അവിടെ കിട്ടും. ഫാക്ടോറിയൽ 0നെ കോൾ ചെയ്തത് 1ൽ, ആ 1 അവിടെ കിട്ടും. ഇനി ഫാക്ടോറിയൽ ഓഫ് 1നെ കോൾ ചെയ്ത് 2, അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 1 എന്നുള്ള ഔട്ട്പുട്ട് ഫാക്ടോറിയൽ ഓഫ് 2ൽ കിട്ടും. ഫാക്ടോറിയൽ ഓഫ് 2 എന്നുള്ള ഔട്ട്പുട്ട് അയാളെ കോൾ ചെയ്ത് ഫാക്ടോറിയൽ ഓഫ് 3 കിട്ടും. ഫാക്ടോറിയൽ ഓഫ് 3 എന്നുള്ള ഔട്ട്പുട്ട് അയാളെ കോൾ ചെയ്ത് ഫാക്ടോറിയൽ ഓഫ് 4 കിട്ടും. ഫാക്ടോറിയൽ ഓഫ് 4 എന്നുള്ള ഔട്ട്പുട്ട് ദാറ്റ് മീൻസ് 24 അയാളെ കോൾ ചെയ്ത് ഫാക്ടോറിയൽ ഓഫ് 5ൽ കിട്ടും. ഫാക്ടോറിയൽ ഓഫ് 5ൽ അപ്പോൾ വാല്യൂ 5 × 24 = 120 എന്ന് പറഞ്ഞ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ 5 നമുക്ക് 120 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിക്കേഴ്സീവ് ഫങ്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് റിപ്പീറ്റഡായിട്ട് വ്യൂ ചെയ്ത് നോക്കണം വീഡിയോ, എന്നാലും നിങ്ങൾക്ക് ആ റിക്കേഴ്സീവിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവും. ഇത് സിമ്പിൾ കൺസെപ്റ്റാണ്, പക്ഷേ അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിളിലോട്ട് പോവാം. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് യൂസിങ് റിക്കേഴ്സീവ് ഫങ്ഷൻ. സോ നമ്മളിവിടെ ഔട്ട്പുട്ട് കൊടുക്കുന്നത് ലിമിറ്റ് കൊടുക്കും. ലിമിറ്റ് 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം. അതായത് സം ഓഫ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് മീൻ ചെയ്യുന്നത് 5 + 4 + 3 + 2 + 1. സം ഓഫ് 6 ആണെങ്കിൽ 6 + 5 + 4 + 3 + 2 + 1 ഇല്ലേ. അതായത് നമ്മൾ നേരത്തെ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ സം ചെയ്യണം. അപ്പോൾ സം ഓഫ് 5 എന്ന് പറയുന്നത് 5 + 4 + 3 + 2 + 1. ഇതിനെ നമുക്ക് 5 ഇതെന്താ സം ഓഫ് ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ് 4 + 3 + 2 + 1 എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇതെത്ര ആദ്യത്തെ 3 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ഓഫ് 4 എന്ന് എഴുതിക്കൂടെ. സോ നമ്മൾ നേരത്തെ ഫാക്ടോറിയൽ എഴുതിയ പോലെ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു ദാറ്റ് നമ്പർ പ്ലസ് സം ഓഫ് n - 1. അതായത് സം ഓഫ് 5 ഈക്വൽസ് 5 + സം ഓഫ് പ്രീവിയസ് 4 വാല്യൂസ്. ഇങ്ങനെ എഴുതിക്കൂടെ. അതായത് നമ്മൾ നേരത്തെ ഫാക്ടോറിയൽ ചെയ്ത അതേ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അവിടെ ഇൻറ്റുവിന് പകരം ഇവിടെ പ്ലസ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, നോക്കിക്കേ. ആദ്യം ഇവിടെ നമ്മൾ ലിമിറ്റ് എൻ്റർ ചെയ്തു, ദെൻ 5 എൻ്റർ ചെയ്തപ്പോൾ 15 ആണ് നമുക്ക് ഔട്ട്പുട്ട് വേണം. സോറി, ഇവിടെ സം ഈക്വൽ ടു 15 എന്ന് പറഞ്ഞാൽ കിട്ടണ്ട കേട്ടോ. ഞാനിത് പ്രോഗ്രാം എന്ന് പറയുന്നത് കോപ്പി പേസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടു പോകുന്നതാണ്. ധൃതിയിലൊക്കെ ചെയ്യുമ്പം ചിലപ്പോൾ വിട്ടു പോകുന്നതാണ്. ഓക്കെ, സോറി. സം ഈക്വൽ 15 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഇവിടെ എന്തായിരിക്കും മെയിൻ ഫങ്ഷനകത്ത് നമ്മുടെ എന്നിനെ ഡിക്ലെയർ ചെയ്തു, ദെൻ എസ്സിനെ ഡിക്ലെയർ ചെയ്തു. ഇവിടെ എഫ് അല്ല, എസ്സിനെ ഡിക്ലെയർ ചെയ്യണം. എസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യണം. നേരത്തെ നമ്മുടെ പ്രോഗ്രാമിൽ ആ മിസ്റ്റേക്ക് ഉണ്ട്. ഇൻറ്റ് n, f ഈക്വൽ ടു 1 എന്നായിരുന്നു. ഇവിടെയും ഇൻറ്റ് n ഈക്വൽ ടു ഇൻറ്റ് n, s ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ലിമിറ്റ് എൻ്റർ ചെയ്തു. ആ 5 എന്ന് പറഞ്ഞ ലിമിറ്റ് നമ്മൾ എന്നിൽ സ്റ്റോർ ചെയ്യുവാണ്. ദെൻ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നേരത്തെ നമ്മൾ എഫ് ഈക്വൽ ടു ഫാക്റ്റ് എന്ന് പറഞ്ഞ് ഫംഗ്ഷനെ കോൾ ചെയ്തു. ദെൻ ആ വാല്യൂവിനെ ഇവിടെ പ്രിൻറ്റ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യണം? ആ സം ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ വേറൊരു വേരിയബിളിനകത്തോട്ടൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റ് അതിനെ പ്രിൻ്റ് എഫിലും കൊടുക്കുക. അതായത് നമ്മൾ എസ് ഈക്വൽ ടു എസ് ഈക്വൽ ടു സം ഓഫ് n എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് പകരം ആ പ്രിൻ്റ് എഫിനകത്ത് തന്നെ എന്ത് കൊടുക്കാം? സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ നമുക്കിവിടെ എന്ത് മാത്രം മതി? ഇൻറ്റ് n എന്ന് മാത്രം മതി. ഞാൻ നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞത് ഇൻറ്റ് n, s ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് വേണ്ടു, s ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതണമെന്ന് പറഞ്ഞായിരുന്നു. അതായത് വേണ്ട, നമ്മളിവിടെ സമ്മിനെ ഡയറക്റ്റ് തന്നെ ആ ഫംഗ്ഷനെ പ്രിൻ്റ് എഫിനകത്ത് തന്നെ നമ്മൾ ഫംഗ്ഷനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ വേണ്ട. ഒന്നും കൂടെ പറയാം, നമ്മൾ ഇതുവരെ ചെയ്ത പ്രോഗ്രാമിനകത്തെല്ലാം ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് ആ വേരിയബിൾ പ്രിൻറ്റ് ചെയ്യുന്നു ഇല്ലേ. ഇവിടെ നമ്മൾ പ്രിൻ്റ് എഫിനകത്ത് തന്നെ ഡയറക്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൺട്രോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. എക്സിക്യൂഷൻ എല്ലാം കഴിഞ്ഞ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ വന്ന് പ്രിൻ്റ് ആവും.
ഇവിടെ ഒന്ന് സ്റ്റോർ ആവുന്നുണ്ട് സം ഓഫ് എന്നിനകത്ത്. അത് നമ്മുടെ ഇവിടോട്ട് പെർസെൻറ്റേജ് ഡിയിലോട്ട് വന്നോളും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ s=0 എന്നൊന്നും വേണ്ട, ഇവിടെ n വരെ മാത്രം മതി, ഇൻറ്റ് n എന്ന് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ സം ഓഫ് 5 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യും. 5-നകത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്, എന്നിൻ്റെ വാല്യൂ 0 ആണോ നോക്കും. ആണെങ്കിൽ ഇവിടെ 0 ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ സം ഓഫ് 5-നകത്ത് പോയി ചെയ്യുന്നത് റിട്ടേൺ 5 പ്ലസ് സം ഓഫ് 4. സം ഓഫ് 4 എന്ന് പറഞ്ഞ ഫംഗ്ഷന് വീണ്ടും കോൾ ചെയ്തു. സം ഓഫ് 4-നകത്ത് ചെയ്യുന്നത് റിട്ടേൺ 4 പ്ലസ് സം ഓഫ് 3. സം ഓഫ് 3നെ കോൾ ചെയ്തു. സം ഓഫ് 3-കകത്ത് സം ഓഫ് 2നെ കോൾ ചെയ്യും. സം ഓഫ് 2-നകത്ത് നമ്മുടെ സം ഓഫ് 1നെ കോൾ ചെയ്യും. സം ഓഫ് 1-നകത്ത് സം ഓഫ് 0നെ കോൾ ചെയ്യും. സം ഓഫ് 0നെ കോൾ ചെയ്യുമ്പോഴത്തേക്ക് സം ഓഫ് 0 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എന്താ വാല്യൂ 0 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫാക്ടോറിയൽ ഓഫ് എ 0 എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു, അപ്പോൾ 1 റിട്ടേൺ ചെയ്തു. ഇനി സം ഓഫ് 0 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താ 0 ആണ്. അപ്പം അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അവിടെ വെച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി 0. ആ 0 എവിടെ എത്തും, ഇവിടെ എത്തും. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് 1 + 0 1 എന്നായി. ആ 1 എവിടെ എത്തും, ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ 1 കിട്ടി, 2 + 1 3 എന്നായി. ആ 3 എന്ന് പറഞ്ഞ വാല്യൂ എവിടെ കിട്ടും, ഇയാളെ വിളിച്ച് ഇവിടെ കിട്ടും. അപ്പോൾ 3 + 3 6 എന്നായി. ആ 6 എവിടെ കിട്ടും, ഇവിടെ നിന്ന് ഇവിടെ കിട്ടും. അപ്പോൾ 4 + 6 10 എന്നായി. ആ 10 എവിടെ കിട്ടും, ഇവിടെ കിട്ടി 15 എന്നായി. ആ 15 ആണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് ഇവിടോട്ട് വന്ന് പ്രിൻ്റ് ആവുന്നത്. മനസ്സിലായോ? സം ഓഫ് 4-ൽ നിന്ന് നമ്മൾ സം ഓഫ് 5-ൽ നിന്ന് നമ്മൾ 4നെ കോൾ ചെയ്യും. 4-ൽ നിന്ന് 3നെ കോൾ ചെയ്യും. 3-ൽ നിന്ന് 2നെ കോൾ ചെയ്യും. 2-ൽ നിന്ന് 1നെ കോൾ ചെയ്യും. 1-ൽ നിന്ന് 0നെ കോൾ ചെയ്യും. 0നെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ഔട്ട്പുട്ട് 0 കിട്ടി, അതിവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വാല്യൂ 1 + 0 0 ആയി, അത് ഇവിടെ വന്നു. ഇവിടെ നിന്ന് വാല്യൂ ഇയാളെ വിളിച്ച് ഇവിടെ വന്നു 6 ആയി. ഇവിടെ നിന്ന് കിട്ടുന്ന 6 എന്ന് പറഞ്ഞ വാല്യൂ ഈ സം ഓഫ് 3നെ വിളിച്ച് 4-ൽ വന്നു, അപ്പോൾ വാല്യൂ 10 ആയി. ഈ 10 എന്ന് പറഞ്ഞ സം ഓഫ് 4നെ വിളിച്ചത് സം ഓഫ് 5-നകത്ത് നിന്നാണ്, അപ്പോൾ വാല്യൂ 15 ആയി. ഈ 15 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഡയറക്റ്റ് ഇവിടെ വന്ന് സ്റ്റോർ ആവുന്നത്. സോ ഇങ്ങനെയാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ഇൻ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മുടെ ഫാക്ടോറിയൽ പോലെ അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പ്ലസിന് പകരം ഇവിടെ ഇൻറ്റുവിന് പകരം മൾട്ടിപ്ലിക്കേഷനുമാണ്, ഇവിടെ അഡീഷനാണ്, സമപ്പാണ് ചെയ്യുന്നത്. ദെൻ അവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഫാക്ടോറിയൽ ഓഫ് എ 0 എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്നത് സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ റിട്ടേൺ 1 ആയിരുന്നു. ഇവിടുത്തെ സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ n=0. ദാറ്റ് മീൻസ് സം ഓഫ് 0 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് വന്നത് PPT-യിൽ മിസ്റ്റേക്ക് വന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ f=1 എന്ന് പറഞ്ഞ് കൊടുക്കണമായിരുന്നു. ഇവിടെ f=1 എന്നും കൂടെ കൊടുക്കണം, ഇനിഷ്യലൈസ് ചെയ്യണം. ദെൻ ഇവിടെ f കഴിഞ്ഞിട്ട് മൈനസ് കിടപ്പുണ്ട്, ആ മൈനസ് ഇല്ല. ഇനി നെക്സ്റ്റ് PPT-യിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ n മാത്രം മതി, f എന്ന് പറയുന്നത് വേണ്ട. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ 4th മൊഡ്യൂളിൻ്റെ ടോപ്പിക്സ്. ഫങ്ഷൻസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്താണ്, ആ ഫങ്ഷനകത്തോട്ട് നമ്മൾ ജസ്റ്റ് ഒരു അറേ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പാസ് ബൈ വാല്യൂ എന്താണ്, ദെൻ ഫോർമൽ ആൻഡ് ആക്ച്വൽ പാരാമീറ്റർ തമ്മിലുള്ള ഡിഫറൻസ്, ദ റിക്കേഴ്സീവ് ഫങ്ഷൻ എന്താണ്, സ്ട്രക്ചർ, ദെൻ സ്ട്രക്ചറിനകത്ത് നമ്മൾ അറേ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദെൻ ഫൈനലി യൂണിയൻ. ഇത്രയും ടോപ്പിക്സാണ് 4th മൊഡ്യൂളിലുള്ളത്. ഇനി നമ്മളിപ്പോൾ ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞപ്പോൾ 1-2 എക്സാമ്പിൾസ് വെച്ചിട്ടേ പറഞ്ഞുള്ളൂ. അയച്ച നോട്ട്സിനകത്ത് കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഉണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് ആ എക്സാമ്പിൾസ് എല്ലാം നമുക്ക് റിവൈസ് ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു.